രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയം 8ാമത്തെ ദശകം 1ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. 75ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ ക്ലാദിനി ശക്തിയും കൃഷ്ണൻ്റെ പ്രണയിനിയുമായ സാക്ഷാൽ രാധാ റാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെയുള്ളത് നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും. അഷ്ടപതിയുടെ ക്ലാസ് പരമപുണ്യമാണ്. അഷ്ടപതിയുടെ ക്ലാസ് കേൾക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ കൊല്ലത്താണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ വിളിച്ചാൽ മതി. ജ്യോതിഷം തികച്ചും സൗജന്യമാണ്. ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിക്കുന്നതല്ല. പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ഹിന്ദുക്കൾ നിശ്ചയമായും അഷ്ടാവക്ര ഗീതയുണ്ട്, അത് കേട്ടിരിക്കണം. എൻ്റെ മാസ്റ്റർ പീസാണ് അഷ്ടാവക്ര ഗീത എന്ന് പറയുന്നത്. പിന്നെ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥയുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുണ്ട് പ്ലേലിസ്റ്റിൽ, അത് കേൾക്കണം. പിന്നെ നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്. അതിൽ തന്നെ കൃഷ്ണഭക്തർ ശ്രദ്ധിക്കുക. ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൃഷ്ണഭക്തര്, വിഷ്ണു ഭക്തര് നിശ്ചയമായും നിങ്ങൾ പോയിരിക്കേണ്ട ക്ഷേത്രമാണ് അഴകാർ കോവിൽ. അതിനെക്കുറിച്ച് ഈ ശനിയാഴ്ച ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ ആ വീഡിയോ നിങ്ങൾക്ക് പിന്നെ ടെമ്പിൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഇതിനകത്ത് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതായത് നിങ്ങൾ യഥാർത്ഥ കൃഷ്ണഭക്തനാണ്, നിങ്ങൾ എൻ്റെ ഭക്തനാണെന്ന് കൃഷ്ണൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ അഴകാർ കോവിലെത്തൂ. നിങ്ങളിപ്പോൾ ഇരുട്ട വിളക്ക് പല പല ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നു, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നു, നിങ്ങൾ ഗുരുവായൂർ പോകുന്നു, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കൃഷ്ണൻ നിങ്ങളെ ഭക്തനായി സ്വീകരിച്ചു എന്ന് കരുതരുത്. അഴകാർ കോവിലിൽ പോകണം. ആ വീഡിയോ ഞാൻ ശനിയാഴ്ച ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുമല്ലോ.
അതേ കണക്ക് രാധികാ കവചം 2 ഉണ്ട്. ആ 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം വേണം നിങ്ങൾ രാധാ സഹസ്രനാമം ചൊല്ലേണ്ടത്. പിന്നെ രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്, രാധികാ കവചവും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ തരുന്നതാണ്. നിശ്ചയമായും അത് കണ്ടിരിക്കണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ നാരായണീയം 8ാമത്തെ ദശകം 1ാമത്തെ ശ്ലോകം പാടിത്തരുന്നത് മറ്റാരുമല്ല, രാധികാ കവച പാടിയതിലൂടെയും രാധാ സഹസ്രനാമത്തിലൂടെയും എൻ്റെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയ. ഓർമ്മിക്കുക, രണ്ടും തമ്മിൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ഇതുവരെയുള്ള കഴിഞ്ഞ 7ാം ദശകം വരെ നമുക്ക് പാടിയിട്ടത് കൃഷ്ണശ്രീയാണ്. ഇതല്ല, കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ നമ്മുടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. കൃഷ്ണപ്രിയ അഷ്ടപതി പാടിയിട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ കൃഷ്ണപ്രിയ നാരായണീയം പാടിയിട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും കൃഷ്ണപ്രിയയോട്, കൃഷ്ണപ്രിയയെ എനിക്ക് ഇങ്ങനെ ഒരെണ്ണം പാടിയിട്ട് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയുമില്ലാതെ കൃഷ്ണപ്രിയ ആ നിമിഷം തന്നെ പാടിത്തരും. എന്ന് മാത്രവുമല്ല, കൃഷ്ണപ്രിയയെ സംബന്ധിച്ചിടത്തോളം രാധാദേവിയും കൃഷ്ണനും വിരൽ തൊട്ട് അനുഗ്രഹിച്ച ആളാണ് നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ. കാരണം രാധികാ കവചം പാടാനുള്ള ഭാഗ്യം കൃഷ്ണപ്രിയയ്ക്കാണ് ഉണ്ടായത്. രാധാ സഹസ്രനാമം പാടാനുള്ള ഭാഗ്യവും കൃഷ്ണപ്രിയയ്ക്കാണ് ഉണ്ടായത്. രാധികാ കവചവും രാധാ സഹസ്രനാമവും ഒക്കെ വേറെ പലരും പാടിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് ദേവി തോന്നിച്ചത് കൃഷ്ണപ്രിയയുടെ പേരാണ്. എന്ന് മാത്രമല്ല, ആ സമയത്ത് കൃഷ്ണപ്രിയ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഇത് പാടിയിടാമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാധാറാണിയുടെ അനുഗ്രഹമില്ലാത്ത ആർക്കും രാധികാ കവചവും രാധാ സഹസ്രനാമവും പാടാൻ കഴിയില്ല. അപ്പം നമ്മുടെ കൃഷ്ണപ്രിയ രാധികാ കവചം 2ഉം പാടി, രാധാ സഹസ്രനാമവും പാടി. കൃഷ്ണപ്രിയയെ കൃഷ്ണനും രാധാറാണിയും കൃഷ്ണപ്രിയയെ വിരൽ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതെന്നാ പറയേണ്ടത്? ആ ഭക്തി കൈവിടരുത്. ആ കൃഷ്ണനെയും രാധാറാണിയെയും മുറുകെ പിടിച്ചോ. കൃഷ്ണപ്രിയയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പിന്നെ നാരായണീയം പാടിയിടുന്നത് കൊണ്ട് കൃഷ്ണപ്രിയയ്ക്കും ഹസ്ബൻഡിനും മക്കൾക്കും ശാരീരികമായ സൗഖ്യമുണ്ടാകും. ഒരു കാരണവശാലും രോഗങ്ങളൊന്നും ബാധിക്കുകയില്ല. അങ്ങനെ രാധാറാണി ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയയെ അനുഗ്രഹിക്കട്ടെ. കൃഷ്ണപ്രിയ ഉള്ളിൽ തട്ടി അത് പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. ഏവം താവൽ പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ യാതി മേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാന. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടിയത് കേട്ടല്ലോ. ഇനി കേട്ടോ.
ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധ ജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്വ ഏവാപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. അർത്ഥങ്ങൾ എഴുതിക്കോ. ഇത് ഈ ഒരു ശ്ലോകം ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കൊച്ചു എപ്പിസോഡായിരിക്കും. ഇതിനകത്തൊരു കുഞ്ഞു കാര്യം കവി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് വലുതായിട്ടൊന്നും നമുക്ക് വിവരിക്കാനായിട്ട് ഇല്ല. അതുകൊണ്ടാണ് ഇതൊരു ചെറിയ എപ്പിസോഡായി ഇരിക്കുന്നത്. അർത്ഥം എഴുതിക്കോ. ഏവം താവത്. ഏവം താവത് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ഏവം താവത് ഇപ്രകാരം. പ്രാകൃത പ്രക്ഷയാന്തേ അർത്ഥം മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ. മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ. ബ്രാഹ്മേ കൽപ്പേ അർത്ഥം ബ്രഹ്മകൽപ്പത്തിൽ. ബ്രഹ്മകൽപ്പത്തിൽ. ആഹ്യാദിമേ അർത്ഥം ആദ്യത്തെ. ആദ്യത്തെ. ലബ്ധ ജന്മ അർത്ഥം ജന്മം ലഭിച്ചവനായ. ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മാവ്. ഭൂയസ്ത്വത്വ ഭൂയസ്ത്വത്വ വീണ്ടും ഭഗവാനിൽ നിന്ന്. വീണ്ടും ഭഗവാനിൽ നിന്ന്. ഏവാപ്യ ഇപ്രകാരം ലഭിച്ചിട്ട്. വേദാൻ വേദങ്ങൾ. സൃഷ്ടിയും ചക്രേ അർത്ഥം സൃഷ്ടിയെ ചെയ്തു. പൂർവ മുൻപുള്ള. കൽപ്പോപമാനാം കൽപ്പത്തിൽ ഉണ്ടായിരുന്നതിനോട് തുല്യമായി. കൽപ്പത്തിൽ ഉണ്ടായിരുന്നതിനോട് തുല്യമായി. ഇതിൻ്റെ മൊത്തം അർത്ഥം എന്താന്ന് നോക്കേ. മഹാപ്രളയത്തിൻ്റെ അവസാനം. മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ഒന്നാമത്തെ ബ്രാഹ്മകൽപ്പത്തിൽ, അതായത് മഹാപ്രളയം അവസാനിച്ചു കഴിഞ്ഞ് വീണ്ടും ഇതാ പ്രപഞ്ചത്തിൻ്റെ പിറവി ഉണ്ടാകാൻ പോകുന്നു. ആ സമയത്തിനെയാണ് ബ്രാഹ്മകൽപ്പം എന്ന് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ മഹാപ്രളയത്തിന് ശേഷമുള്ള ഒന്നാമത്തെ ബ്രാഹ്മകൽപ്പത്തിൽ ജന്മം ലഭിച്ച ബ്രഹ്മാവ് ഇപ്രകാരം ഭഗവാനിൽ നിന്ന് തന്നെ വേദങ്ങളെ ലഭിച്ചിട്ട് മുൻകൽപ്പങ്ങളിൽ ഉണ്ടായിരുന്നതിന് തുല്യമായി സൃഷ്ടി നടത്തി. ഇതാണ്. അപ്പം മഹാപ്രളയം അവസാനിച്ചു. അത് കഴിഞ്ഞ് ഇതാ സൃഷ്ടി ആരംഭിക്കാൻ പോകുന്നു. അതിനെ ഒന്നാമത്തെ ബ്രാഹ്മകൽപ്പം എന്ന് വിളിക്കുന്നു. ആ ബ്രാഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവ് ജനിക്കുന്നു. ആ ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് വേദങ്ങളൊക്കെ സ്വീകരിച്ച് സൃഷ്ടി നടത്തുന്നതിൻ്റെ അറിവ് ശേഖരിച്ചിട്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ തുടങ്ങുന്നു. ഇത്രയും ഉള്ളൂ. ഒരു കുഞ്ഞ് ശ്ലോകമാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ. ഏവം താവത് ഇപ്രകാരം. പ്രാകൃത പ്രക്ഷയാന്തേ മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ. ആ ഒരു വരിയിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്രകാരം മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ. ഇവിടെ നമ്മൾ ആ ചരിത്ര പശ്ചാത്തലം എന്നറിഞ്ഞിരിക്കണം. 5ാമത്തെ ദശകം 1ാമത്തെ ശ്ലോകത്തിൽ പ്രാകൃത പ്രളയത്തിന് ശേഷമുള്ള കഥയാണ് പറയുന്നത്. അത് നിങ്ങൾക്കൊന്നും കൂടെ ഓർമ്മ വരണം. അതായത് പ്രപഞ്ചം മഹാപ്രളയത്തിന് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു. നിങ്ങൾ വസിക്കുന്ന ഭൂമിയും അതേ കണക്ക് തന്നെ വൈകുണ്ഠവും സകല ലോക ദേവന്മാർ വസിക്കുന്ന ഇന്ദ്രലോകവും ഇതൊക്കെ മഹാപ്രളയത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. മഹാപ്രളയം വന്നപ്പോൾ ഈ പ്രപഞ്ചങ്ങളെല്ലാം, ഭൂമി, സ്വർഗം, പാതാളം, ഈ സകല പ്രപഞ്ചങ്ങളും ഭഗവാനിൽ വന്നങ്ങ് ലയിച്ചു. അങ്ങനെ കുറേ നാൾ ഭഗവാൻ ഇങ്ങനെ നിദ്രയിൽ കിടന്നു. അതിനുശേഷം ഭഗവാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന് സൃഷ്ടി നടത്താൻ ആഗ്രഹം തോന്നി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഭഗവാൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് ഈ ജലത്തിൽ നോക്കി. ഭഗവാൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് മായയെ നോക്കി. അതോടുകൂടി സത്വ രജോ തമോ ഗുണങ്ങൾ അതുവരെ ഒരേ അളവിലായിരുന്നത് ഏറ്റക്കുറച്ചിലുണ്ടായി. ഇപ്പം സത്വഗുണം 50%, രജോ ഗുണം 50%, തമോ ഗുണം 50%, അങ്ങനെ ഉണ്ടായിരുന്നത് സത്വഗുണം 70%, രജോ ഗുണം 60%, മനസ്സിലല്ലേ? തമോ ഗുണം എന്ന് പറയുന്നത് 80%. ഇങ്ങനെ മാറി. അതോടുകൂടി മായ ഇളകാൻ തുടങ്ങി.
മായ ഇളകിയതോടുകൂടി സൃഷ്ടി ആരംഭിക്കാൻ തുടങ്ങി. ആ സൃഷ്ടിയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് മേൽപ്പത്തൂര് വിവരിച്ചു. നമ്മളത് പഠിക്കുകയും ചെയ്തു. അങ്ങനെ സൃഷ്ടിയുടെ ഓരോ ഘട്ടങ്ങൾ കടന്നു പോവുകയും ഒടുവിൽ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഭഗവാൻ തന്നെ ബ്രഹ്മാവായി ജനിക്കുകയും ചെയ്തു. അപ്പൊ സത്യത്തിൽ ബ്രഹ്മാവെന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പൊ പക്ഷേ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തണമെന്ന ആഗ്രഹം വന്നപ്പോൾ ബ്രഹ്മാവില് രജോ ഗുണം വർദ്ധിക്കുകയും രജോ ഗുണം വർദ്ധിച്ചതോടുകൂടി എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കേണ്ടതെന്ന് മറന്നുപോയി. അപ്പോൾ ഭഗവാൻ തവ തവ എന്ന അശരീരിയിലൂടെ പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് ഭയങ്കരമായി തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് വൈകുണ്ഠത്തെയും കണ്ടു, ഭഗവാനെയും ദർശിച്ചു. ഈ സമയത്ത് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് സൃഷ്ടികർമ്മം നടത്താൻ ബ്രഹ്മാവിനെ പ്രേരിപ്പിച്ചു. ഇതാണ് കഴിഞ്ഞ വട്ടം 7 മുതൽ 10 വരെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി തുടർന്നുള്ള സംഭവങ്ങൾ വിവരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ വരിയിൽ പറയുന്നത് പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ. ആ പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ആ കഥ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനത്തിൽ എല്ലാം ഭഗവാനിൽ ലയിച്ചു. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ ദൃഷ്ടി പതിഞ്ഞതും സത്വരജോ തമോ ഗുണങ്ങൾ ഇളകിയതും മായ ക്ഷോഭിച്ചതും സൃഷ്ടി നടന്നതുമൊക്കെ അതിനുശേഷമുള്ള സംഭവം. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കടക്കാം. ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മ. ബ്രാഹ്മേ കൽപ്പേ ബ്രഹ്മകൽപ്പത്തിൽ, ഹാദിമേ ആദ്യത്തെ, അത് ആദിയാണ് ചേർത്തെഴുതുമ്പോൾ ഹാദി. ലബ്ധം ലബ്ധജന്മ ജന്മം ലഭിച്ചവനായ, അതായത് മഹാപ്രളയത്തിന് ശേഷം വീണ്ടും സൃഷ്ടി തുടങ്ങാൻ പോവുകയാണ്. ആ സൃഷ്ടി തുടങ്ങുന്ന സമയത്തിന് ബ്രഹ്മകൽപ്പം എന്ന പേര് വിളിക്കും. മഹാപ്രളയത്തിന് ശേഷം ആദ്യമായി സൃഷ്ടി തുടങ്ങുന്നത് കൊണ്ട് അതിനെ ഒന്നാമത്തെ ബ്രഹ്മകൽപ്പം എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലേ? പ്രളയത്തിന് ശേഷം ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഒന്നാമത്തെ ബ്രഹ്മകൽപ്പം എന്ന് വിളിക്കുന്നത്. കാരണം അതിനു മുമ്പുള്ള പ്രപഞ്ചം, ദേവന്മാര്, മനുഷ്യര്, മൃഗങ്ങള് എല്ലാവരും ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞു. ഇനി ഒന്നേന്ന് സൃഷ്ടി തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒന്നാമത്തെ ബ്രഹ്മകൽപ്പം എന്ന് ഭട്ടതിരിപ്പാട് വിളിക്കുന്നത്. എന്താണ് ഒരു ബ്രഹ്മകൽപ്പം? ഒരു ബ്രഹ്മകൽപ്പം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ്. അതായത് നമുക്ക് നിസ്സാരമായി തോന്നും, പക്ഷെ അർത്ഥം അറിയുമ്പം മാറും. ഒരു ബ്രഹ്മകൽപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 4.32 ബില്യൺ മനുഷ്യവർഷമാണ്. 4.32 ബില്യൺ, പിന്നെ ഏതാണ് ദശലക്ഷ ബില്യൺ മനുഷ്യ വർഷമാണ്. അതായത് ബ്രഹ്മാവ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിനനുസരിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭൂമിയിൽ 4.32 ബില്യൺ മനുഷ്യവർഷം കഴിഞ്ഞിരിക്കുന്നു. വെച്ചാൽ നമ്മളും നമ്മുടെ മക്കളും അവരെ മക്കളും അവരെ മക്കളും അവരെ മക്കളും അവരെ മക്കളും അവരെ മക്കളും എല്ലാം തീർന്നു കഴിഞ്ഞ് ഇരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. ബ്രഹ്മഭൂയസ്ത്വത്ത ഏവാപ്യ വേദാൻ. ബ്രഹ്മാവ് ഭൂയസ്ത്വത്ത വീണ്ടും ഭഗവാനിൽ നിന്ന് ഏവാപ്യ ഇപ്രകാരം ലഭിച്ചിട്ട് വേദാൻ വേദങ്ങൾ, അതായത് ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ ഇരിക്കുന്നു. ഈ സൃഷ്ടി നടത്തേണ്ടത് ഈ പ്രളയം വരുന്നതിന് മുമ്പ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയിട്ടുണ്ട്. അതേ രീതിയിൽ വേണം ഇനി പ്രളയത്തിന് ശേഷവും പ്രപഞ്ച സൃഷ്ടി നടത്തേണ്ടത്. അപ്പോൾ പ്രളയത്തിന് മുമ്പും സൃഷ്ടി നടത്തിയത് ബ്രഹ്മാവാണ്. ഇനി പ്രളയത്തിന് ശേഷവും സൃഷ്ടി നടത്തേണ്ടത് ബ്രഹ്മാവാണ്. അപ്പോൾ പ്രളയത്തിന് മുമ്പുള്ള സൃഷ്ടി നടത്തേണ്ട അറിവ് ബ്രഹ്മാവിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാനെന്ന ഭാവം വരികയും രജോ ഗുണം വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി
എങ്ങനെ സൃഷ്ടി നടത്തണമെന്ന് ബ്രഹ്മാവ് മറന്നുപോയി. അത് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ ഇനി ഒരു കാര്യവും കൂടെ, സൃഷ്ടി രഹസ്യം അടങ്ങിയിരിക്കുന്നത് വേദങ്ങളിലാണ്. അതുകൊണ്ടാണ് വേദങ്ങൾക്ക് ഇത്ര പ്രാധാന്യം. അപ്പൊ ബ്രഹ്മാവ് എങ്ങനെ സൃഷ്ടി നടത്തണം എന്നറിയാതെ വിഷമിച്ചപ്പോൾ തവ എന്ന് പറയുകയും തപസ് ചെയ്യുകയും വൈകുണ്ഠം ദർശിക്കുകയും ലക്ഷ്മി ദേവിയെ ദർശിക്കുകയും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും മഹാവിഷ്ണു ഭഗവാന്റെ ഹൃദയത്തിൽ കയറുകയും ചെയ്തു. അതിനു മുമ്പായി ഭഗവാൻ എന്തു ചെയ്തു? വേദങ്ങൾ ബ്രഹ്മാവിന് നൽകിയിട്ട് പറഞ്ഞു, ഈ വേദങ്ങളിലുണ്ട് സൃഷ്ടി നടത്തേണ്ട വിധം. അങ്ങനെ ബ്രഹ്മാവ് ആ വേദങ്ങൾ കിട്ടിയതോടുകൂടി, ആ വേദങ്ങൾ വായിച്ചതോടുകൂടി ബ്രഹ്മാവിന് സൃഷ്ടിയുടെ ജ്ഞാനം തെളിഞ്ഞു കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യ വേദാൻ. അപ്പൊ ബ്രഹ്മാവ് ഭൂയസ്തത്ത വീണ്ടും ഭഗവാനിൽ നിന്ന് ഏവാപ്യ ഇപ്രകാരം ലഭിച്ചിട്ട് വേദങ്ങൾ, അതായത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ബ്രഹ്മാവ് പ്രളയം കഴിഞ്ഞു, ബ്രഹ്മാവ് ജനിച്ചു, ബ്രഹ്മാവ് സൃഷ്ടി നടത്താനിരുന്നു. പക്ഷേ സൃഷ്ടി എങ്ങനെ നടത്തണം, പ്രപഞ്ചത്തിന്റെ ഘടന എന്ത്, ഇത് ബ്രഹ്മാവിന് ഓർമ്മ വരുന്നില്ല. അപ്പൊ തപ എന്ന അശരീരി വന്നു, തപസ് ചെയ്തു, ഭഗവാൻ വന്നു. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനേ ശ്രീകൃഷ്ണ, എനിക്ക് സൃഷ്ടി നടത്തണം, പക്ഷേ എനിക്ക് സൃഷ്ടി രഹസ്യം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ കൈകളിലേക്ക് വേദങ്ങളെ വെച്ചു കൊടുത്തു. അപ്പോൾ ഓർമ്മിക്കുക, ഹിന്ദുക്കൾക്ക് വേദങ്ങളിൽ അമിത പ്രാധാന്യമാണുള്ളതെന്ന സത്യം നിങ്ങൾ അറിയുക. ഈ വേദങ്ങളിലാണ് സൃഷ്ടിയുടെ രഹസ്യം അടങ്ങിയിരിക്കുന്നത്. ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കണം എന്നടങ്ങിയിരിക്കുന്നത് വേദങ്ങളിലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും വേദം വെച്ചു കൊടുത്തെന്ന്. വീണ്ടും വേദം വെച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക, അവസാനത്തെ മഹാപ്രളയം, അതിനു മുമ്പ് പ്രപഞ്ചം ഉണ്ടായിരുന്നു, അതിനും മുമ്പ് ഒരു പ്രളയം വന്നു. ആ പ്രളയം കഴിഞ്ഞ് ആ പ്രപഞ്ചം നിർമ്മിച്ചപ്പോഴും ബ്രഹ്മാവിന് ഇതുപോലെ സംശയം വന്നപ്പം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വേദങ്ങൾ കൊടുക്കുകയും വേദങ്ങളിൽ നിന്ന് അറിവ് കിട്ടി ആ പ്രപഞ്ചം സൃഷ്ടിച്ചു. അത് പ്രളയകാലത്ത് ലയിച്ചു പോയി, അടുത്ത വീണ്ടും സൃഷ്ടി തുടങ്ങുന്നു. അപ്പൊ വീണ്ടും ഭഗവാൻ ഏത് കൊടുത്തു എന്ന്? വേദങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക, വേദങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അടുക്കലിരുന്ന് പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം ചെവിയിൽ ഓതിക്കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഓതിക്കൊടുത്ത രഹസ്യമാണ് പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ഇരിക്കുകയും ബ്രഹ്മാവിൻ്റെ ചെവിയിൽ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം ഓതിക്കൊടുക്കുകയും അത് ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ചെവിയിൽ ഓതിക്കൊടുത്ത ആ രഹസ്യങ്ങളുണ്ടല്ലോ, അതാണ് പുസ്തക രൂപത്തിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വേദം ഭഗവാന്റെ വാക്കാണ്, അതായത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ വേദങ്ങളെന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്, ഭഗവാന്റെ ശരീരമാണ്. വേദങ്ങളിൽ തൊട്ടാൽ ഭഗവാനിൽ തൊടുന്നതിന് തുല്യമാണ്. അത്രമേൽ പവിത്രമാണ് ആരെന്ന് പറയുന്നത്? വേദമെന്ന് പറയുന്നത്. ഈ വേദമില്ലെങ്കിൽ പിന്നെ പ്രപഞ്ച സൃഷ്ടി അസാധ്യം. അപ്പൊ പിന്നെ നമ്മളൊക്കെ എങ്ങനെയാ ജനിക്കുന്നത്? അപ്പൊ ഹിന്ദുക്കൾക്ക് ഭഗവാന് തുല്യമാണ് ആരെന്ന് പറയുന്നത്? വേദമെന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ അറിയാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വേദങ്ങളെടുത്ത് ബ്രഹ്മാവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയും ബ്രഹ്മാവ് ആ വേദങ്ങൾ വായിക്കുകയും അതോടുകൂടി സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുകയും ബ്രഹ്മാവിന് സൃഷ്ടി തുടങ്ങാനുള്ള അനുവാദം കിട്ടുകയും ചെയ്തു. ആ വേദങ്ങളെ ബ്രഹ്മാവ് നമസ്കരിച്ചു. കാരണം ബ്രഹ്മാവ് ഭഗവാനാകുന്നു, ഭഗവാന്റെ ശരീരമാകുന്നു. വേദങ്ങൾ ഒരു വീടുകളിൽ അത്യാവശ്യമാണ്. അടുത്ത വരിയിൽ ഞാൻ വേദങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓർമ്മിക്കുക, കൃഷ്ണനാണ് വേദം. ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? സൃഷ്ടിയും ചക്രേ
പൂർവകൽപ്പോപമാനാം. സൃഷ്ടിയും ചക്ര എന്ന് പറഞ്ഞാൽ സൃഷ്ടി ചെയ്ത് മുൻപുള്ള കൽപ്പോപമാനാം കൽപ്പത്തിൽ ഉണ്ടായതിനോട് തുല്യമായി. അതായത് ഭഗവാൻ മഹാവിഷ്ണു അഥവാ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിൻ്റെ കൈകളിലേക്ക് വേദങ്ങൾ വെച്ചു കൊടുത്തു. ആ വേദങ്ങൾ കിട്ടിയതോടുകൂടി ബ്രഹ്മാവിന് എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടതെന്ന് മനസ്സിലാവുകയും മഹാപ്രളയത്തിന് മുമ്പ് എങ്ങനെയാണോ പ്രപഞ്ചം സൃഷ്ടിച്ചത് അതേ രീതിയിൽ മഹാപ്രളയത്തിന് ശേഷവും എന്തു ചെയ്തു? ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അത് വേദങ്ങളെ അറിവോടു കൂടിയാണ്. അതായത് വേദങ്ങളാണ് സകല രഹസ്യങ്ങളുടെയും ഉറവിടമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദങ്ങൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം. കാരണം വേദം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ തന്നെ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നാണ്. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയം തുറന്ന് കയറി എന്നല്ല. ആ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ വേദം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ വേദത്തെ ബ്രഹ്മാവിന് കൊടുക്കുകയും ബ്രഹ്മാവ് അത് വായിക്കുകയും അതിൻ്റെ അറിവ് ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. അപ്പം വേദങ്ങളിലെ അറിവ് എന്ന് പറയുന്ന ആ അറിവിൻ്റെ പേരാണ് ആരെന്ന് പറയുന്നത്? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ വേദങ്ങൾക്ക് ഹിന്ദു പുരാണത്തിൽ അസാധാരണമായ സ്ഥാനമാണുള്ളത്. കാരണം ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് വേദം. അപ്പം നിങ്ങൾ പൂജാമുറിയിൽ വേദങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വെച്ച് പൂജിച്ചാൽ നല്ലതാണ്. പ്രത്യേകിച്ചും ഗുരുവായൂരപ്പ ഭക്തര്, ഗുരുവായൂരപ്പൻ്റെയോ കൃഷ്ണൻ്റെയോ ഭക്തര് ഋഗ്വേദം മൊത്തം വേണമെന്നില്ല. ഋഗ്വേദത്തിൻ്റെ ചെറിയ പുസ്തകങ്ങൾ കിട്ടും. ആ ഋഗ്വേദത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം വാങ്ങിച്ചിട്ട്, ഋഗ്വേദം ഒരു വലിയ പുസ്തകമാണ്, അത് ചെറിയ ചെറിയ വോളിയമുണ്ട്. അതിൻ്റെ ഋഗ്വേദം ഒരു ചെറിയ പുസ്തകം വാങ്ങിച്ചിട്ട് പൂജാമൊഴിയിൽ നിങ്ങൾ കൃഷ്ണൻ്റെ അടുക്കലായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പൂജിക്കുമ്പോൾ ആ ഋഗ്വേദത്തെയും കൂടെ പൂജിക്കുകയും ഋഗ്വേദത്തെ തൊട്ട് നമസ്കരിക്കുകയും ചെയ്യണം. കാരണം വേദം ആരാകുന്നു? കൃഷ്ണനാകുന്നു. അതാണ് വേദത്തിൻ്റെ പ്രാധാന്യം. വേദമെന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. അപ്പം ബ്രഹ്മാവിന് വേദം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ സൃഷ്ടി രഹസ്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പം നമുക്ക് ഭഗവാനെ കൈകൊണ്ട് തൊടാൻ പറ്റും. ഏത്? വേദത്തിൽ. അതായത് നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കൈകൊണ്ട് തൊടാം. എങ്ങനെയാ തൊടാൻ പറ്റുന്നത്? വീട്ടിൽ ഋഗ്വേദം വാങ്ങിച്ചു വെക്കുക. ഋഗ്വേദം വാങ്ങിച്ചു വെച്ചതിന് ശേഷം അതിനെ പൂജിക്കുക. 91 ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് ശക്തി പ്രാപിച്ചു തുടങ്ങും. അതാണ് അതിൻ്റെ അത്ഭുതം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ശക്തി അതിലേക്ക് വന്നുകൊള്ളും. നിങ്ങൾ എല്ലാ ദിവസവും എന്നിട്ട് പൂജ കഴിഞ്ഞ് ആ ഋഗ്വേദം തൊട്ടു തൊഴുതാൽ ഋഗ്വേദം അല്ലെങ്കിൽ യജുർവേദം, സാമവേദം, വേദങ്ങളിൽ ഏതും ഭഗവാന്റെ ശരീരമാണ്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് ഭഗവാനെ തൊട്ടു തൊഴാനുള്ള അവസരമാണ് വേദം. അത് പാഴാക്കരുത്. പൂജാമുറിയിൽ വേദവും കൂടി ഇരിക്കട്ടെ. വേദം ഒരു പുസ്തകമല്ല, കൃഷ്ണനാണ്. കൃഷ്ണനാണ് കൃഷ്ണനാണ് രാധയുടെ കൃഷ്ണനാണ്. രാധയുടെ കൃഷ്ണനാണ്. രാധയുടെ കൃഷ്ണനാണ്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.